ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല നാടൻ കോഴിക്കറി വെച്ചാലോ? തന്നെ നാടൻ രുചിയിലുള്ള ചിക്കൻ കറിക്ക് അസാധ്യ ടേസ്റ്റാണ്. എങ്കിൽ പിന്നെ സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഏകദേശം 1.5 കിലോ ചിക്കൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് ഒന്ന് ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതും 10 കുഞ്ഞുള്ളി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ നന്നായി വഴണ്ടു കഴിഞ്ഞാൽ നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം മസാലപ്പൊടികൾ മൂപ്പിച്ചെടുക്കാം. ആദ്യമായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടികൾ മൂത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ചേർത്ത് വഴറ്റാം. എല്ലാം കൂടെ നന്നായി വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി കുക്കായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. തക്കാളി ഒന്ന് ഉടച്ച് യോജിപ്പിച്ച ശേഷം ചിക്കൻ ചേർത്ത് ഇളക്കാം. നമുക്കിത് അടച്ചു വെച്ച് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും കുഞ്ഞുള്ളിയും 1 വറ്റൽമുളകും ചേർത്ത് താളിച്ച് ചേർത്ത ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് അടച്ചു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ ഒരു അടിപൊളി മണം വരും. അങ്ങനെ നല്ല നാടൻ കോഴിക്കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മുൻപ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും ഇഷ്ടപ്പെടും. എങ്കിൽ പിന്നെ ശരി, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.